ജിജി ജോസഫ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി കേരളത്തിലെ UDF എംപിമാരോട് നൽകിയ ഉറപ്പായിരുന്നു ഇന്ന് ജാമ്യാപേക്ഷയെ എതിർക്കില്ല, ഇന്ന് ജാമ്യം ലഭിക്കും എന്നത്. പക്ഷേ അത് നടപ്പായില്ല. നിഗൂഢ നീക്കമാണ് ഈ വിഷയത്തിൽ ഛത്തീസ്ഗഡ് സർക്കാരിനുള്ളത് എന്ന അഭിപ്രായമാണ് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനിയെ പോലെയുള്ളവർ പറയുന്നത്. എന്താണ് സംഭവിക്കുന്നത്? ശ്രീ ജിജി ജോസഫ്, കേട്ടില്ല, ഒന്നുകൂടെ പറയാം. അമിത്ഷായുടെ വാക്ക് പാഴ്വാക്കായോ? അല്ല, ഇന്ന് അവിടെ കോടതിയിൽ നടന്നത് എന്താണെന്ന് കൃത്യമായി ഞങ്ങളുടെ അവിടെ ചെന്നിട്ടുള്ള രാഷ്ട്രീയ BJPയുടെ നേതാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. നമ്മള് കോടതി ചോദിക്കുകയാണ്, കസ്റ്റഡിയിൽ വേണമെന്ന് പോലീസുകാരോട് ചോദിക്കുന്നു. പോലീസ് അത് വേണ്ട എന്ന് പറയുന്നു. അതുപോലെ പ്രായം ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും അതുപോലെ ഹ്യൂമൻ ട്രാഫിക്കിങ്ങുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളും ചോദിക്കുമ്പോൾ അതിനെ ഒന്നും ഒരു രീതിയിലും പ്രോസിക്യൂഷൻ എതിർത്തിട്ടില്ല. പ്രോസിക്യൂഷൻ സാധാരണ പറയുന്ന പോലെ ഏർലി സ്റ്റേജിലാണ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി എല്ലാം പ്രോസിക്യൂഷൻ ഒരു കാര്യവും സംസാരിച്ചിട്ടില്ല. ഇത് ഓരോ രീതിയിലും ഞാൻ ഒന്ന് ഇടപെട്ടോട്ടെ ശ്രീ ജിജി ജോസഫ്, താങ്കൾ വിശദീകരിക്കുകയായിരുന്നു. ഞാൻ BJPക്കാര് കഴിഞ്ഞ ദിവസങ്ങളിൽ പലതും പറയുന്നത് നമ്മൾ കേട്ടു. BJP പ്രവർത്തകർ പറയുന്നത് കേട്ടു, നേതാക്കൾ പറയുന്നത് കേട്ടു, അധ്യക്ഷൻ പറയുന്നത് കേട്ടു, കേന്ദ്രമന്ത്രി എന്താണ് പറയുന്നതെന്ന് കേട്ടു. ഏറ്റവും ഒടുവിൽ അമിത്ഷാ നൽകിയ വാക്ക് നമ്മൾ കേട്ടിട്ടാണല്ലോ ഇപ്പോൾ ജാമ്യാപേക്ഷ നൽകിയപ്പോൾ എതിർത്തു എന്നൊരു സാഹചര്യത്തിലെത്തി നിൽക്കുന്നത്. അവിടെ ഇന്ന് പ്രോസിക്യൂഷൻ NIA കോടതിയിൽ പറഞ്ഞിരുന്ന കാര്യത്തെക്കുറിച്ച് പ്രോസിക്യൂഷൻ ഭാഗം അഭിഭാഷകൻ പ്രങ്കുഷ് മിശ്ര ഇന്ന് മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഒരു കാരണവശാലും ജാമ്യം കൊടുക്കരുതെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണ്. കന്യാസ്ത്രീകൾ നിർബന്ധിച്ചാണ് കുട്ടികളുടെ മതം മാറ്റാൻ ശ്രമിച്ചത്. ഈ കാര്യങ്ങൾ പറഞ്ഞു. ഈ കാര്യങ്ങൾ ഞങ്ങൾ നാളെയും പറയും. പ്രോസിക്യൂഷൻ എന്തായാലും ജാമ്യാപേക്ഷയെ എതിർക്കും എന്ന് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ നമ്മുടെ കന്യാസ്ത്രീകളുടെ വക്കീൽ വന്ന് പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഇത്തരം കാര്യങ്ങളിൽ പോലീസ് കസ്റ്റഡി വേണമെന്ന് വെച്ചു. പോലീസ് പറഞ്ഞത്, സർക്കാർ പറഞ്ഞത് വേണ്ട എന്നാണ് പറഞ്ഞത്. പോലീസ് കസ്റ്റഡിയിൽ വേണ്ട എന്ന് തന്നെയാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഇത് പ്രായപൂർത്തിയായതാണ്, ഇവര് മതം മാറ്റാൻ വേണ്ടി കൊണ്ടുപോയതല്ല എന്നെല്ലാ വാദത്തിന്റെ സമയത്തും കോടതിയിൽ പറഞ്ഞത്, മീഡിയയോട് പറഞ്ഞല്ല കോടതിയിൽ പറഞ്ഞത് ഒരു രീതിയിലും അതിനെ ഖണ്ഡിക്കാതെ, ഒരു രീതിയിലും അതുമായി എതിർപ്പ് രേഖപ്പെടുത്താതെ തന്നെയാണ് പ്രോസിക്യൂഷൻ സർക്കാർ ഭാഗം അവിടെ നിന്നത്. അതില് ഇപ്പൊ കന്യാസ്ത്രീകളുടെ വക്കീല് പുറത്തിറങ്ങി പറഞ്ഞിട്ടുണ്ടല്ലോ, അതല്ല ഇതാണ് പറഞ്ഞത്, അങ്ങനെയല്ല ഇങ്ങനെയാണ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അമിത്ഷാ നൽകിയ ഉറപ്പ് എന്താണ്? എതിർക്കില്ല എന്നതാണ്. എതിർത്തു എന്നതൊരു വസ്തുതയാണല്ലോ. അതിൽ താങ്കൾക്ക് തർക്കമില്ലല്ലോ. എതിർത്തല്ല, ഏർലി സ്റ്റേജിലാണ് എന്ന് പറയുന്നത് സാധാരണ പ്രോസിക്യൂഷന്റെ ഒരു ടേമാണ്. എല്ലാ കാര്യത്തിലും ഇതിന്റെ ഏർലി സ്റ്റേജ് ആണ്. ഞങ്ങൾക്ക് ഏർലി സ്റ്റേജ് ആണ്, ജാമ്യം അനുവദിക്കരുത് എന്ന് പറഞ്ഞു. ഏർലി സ്റ്റേജ് ആണ്, ജാമ്യം അനുവദിക്കരുതെന്ന് പറഞ്ഞു. ഇത് മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട വിഷയമാണെന്ന് പറഞ്ഞു. കന്യാസ്ത്രീകൾ ഇത് തുടർച്ചയായി ചെയ്യുന്നതാണെന്ന് പറഞ്ഞു. വലിയ വിഷയമാണെന്ന് പറഞ്ഞു. ഇത്രയൊക്കെ പോരെ? ഇതാണോ അമിത്ഷായുടെ ഉറപ്പ്? അല്ല, അമിത്ഷാ തരുന്ന ഉറപ്പ് ഒരു ജുഡീഷ്യറിയെ മുഴുവൻ അട്ടിമറിക്കാനുള്ള ഉറപ്പാണോ? ഞങ്ങള് സർക്കാരിന്, അവിടുത്തെ സർക്കാരും അവിടുത്തെ ഭരണ സംവിധാനങ്ങളും അവിടുത്തെ പ്രോസിക്യൂഷനും പറയുന്നത് അവിടെയുള്ള വസ്തുതകൾ സർക്കാരിന്റെ മുമ്പിൽ, കോടതിയുടെ മുമ്പിൽ ബോധിപ്പിക്കും. വേറെ വാദഗതികൾ ഇന്നലെ ഇത് സർക്കാരിന്റെ കൈവശം, കോടതിയുടെ കൈവശം ഇരിക്കുന്ന കേസ് തന്നെയായിരുന്നു. ഇന്നും അത് അങ്ങനെ തന്നെയാണ്. അപ്പോ വസ്തുത അതായിരിക്കെ ഛത്തീസ്ഗഡ് സർക്കാർ അവർക്ക് തോന്നുമ്പടി മാത്രമേ, അല്ലെങ്കിൽ അവർ ഇന്ന് അമിത്ഷാ നൽകിയ ഉറപ്പിന് ശേഷം, ഇന്ന് മാധ്യമങ്ങളെ കാണുമ്പോൾ അമിത്ഷായെ കണ്ടതിന് ശേഷം വന്നിട്ട് വിഷ്ണു ദേവ്സായി പറഞ്ഞത് നിയമത്തിന്റെ വഴിക്ക് പോകും എന്നാണ്. അദ്ദേഹം പറഞ്ഞത് നിയമത്തിന്റെ വഴിക്ക് പോകും എന്നാണ്. അങ്ങനെ നിയമത്തിന്റെ വഴിക്ക് മാത്രമാണ് പോകുന്നതെങ്കിൽ ഒരു പാഴ് വാഗ്ദാനം എന്തിന് ഇന്നലെ നൽകി? നിയമത്തിന്റെ വഴിക്ക് തന്നെ ഇന്ത്യയിൽ പോകാൻ പറ്റുള്ളൂ. അതൊരു ഭരണ സംവിധാനത്തിന്റെ കീഴിൽ പൂട്ടിയിടേണ്ട ഒരു സാധനമല്ല. പക്ഷേ സർക്കാർ ഇതിന്റെ അകത്ത് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ സർക്കാർ ഇതിനെ എതിർക്കില്ല. ഞങ്ങൾക്ക് ഇതിനെ എതിർപ്പില്ല. പിന്നെ ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് 100% ആത്മാർത്ഥതയോടുകൂടി തന്നെയാണ് ഇതിൽ ഇടപെട്ടിട്ടുള്ളതും അതുപോലെ തന്നെയാണ് ഇതിന്റെ അകത്ത് പ്രവർത്തിക്കുന്നതും. നാളെയാണ് വിധി പറയുന്നത്. അല്ല, ഇത് ഒരു കാര്യം പറയാം, ഇതിന്റെ അകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആരാണെന്ന് അറിയുമോ? ഇതിന്റെ അകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവും
ചില രാഷ്ട്രീയ കക്ഷികൾ ചില പാസ്റ്റർ കൗൺസിൽ പോലുള്ള സ്ഥാനത്ത് കയറിയിരിപ്പുണ്ട്. അത്തരം ആളുകളാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതിനു മുമ്പ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് കോടതിയുടെ കൈവശമിരിക്കുന്ന കേസാണ്. ഇത് കോടതിയുടെ കൈവശമിരിക്കുന്ന കേസാണ്. ബജ്രംഗ് ദളിന്റെ നിർദ്ദേശപ്രകാരം ഛത്തീസ്ഗഡ് പോലീസ് എടുത്ത കേസാണ്. അതിൽ ഇവിടുത്തെ ഇടതുപക്ഷവും കോൺഗ്രസും മറ്റുള്ളവരും എന്ത് ചെയ്തു എന്നാണ് ശ്രീ ജിജി ജോസഫ്, അവരെന്ത് ചെയ്തു? ഇതിനു മുമ്പ് 5 അച്ഛന്മാരെ ഇതുപോലെ തന്നെ ഈ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട് ഈ നിയമവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ സർക്കാർ അറസ്റ്റ് ചെയ്ത് 11 മാസം അകത്തിട്ടുണ്ട്. എന്ത് ഈ കോൺഗ്രസ്സുകാർ ബഹളം ഉണ്ടാക്കാൻ? എന്ത് ഈ പറഞ്ഞ ആളുകളൊക്കെ റോഡിലിറങ്ങി അന്ന് ബഹളം ഉണ്ടാക്കാറുന്നത്? എന്താ ഉണ്ടാക്കാറുന്നത്? ഇതിന് രാഷ്ട്രീയം ഉണ്ടെന്നേ, ഇതിന് രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായിട്ട് തന്നെ കാണുന്നേ. ഇതിന്റെ അകത്ത് ചില കുറച്ച് മാധ്യമങ്ങളും കുറച്ച് അല്ലാത്ത ആളുകളും ചേർന്നിട്ടുള്ള പ്രശ്നം ഉണ്ടാക്കുന്ന രാഷ്ട്രീയക്കാരാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. കോൺഗ്രസ്സുകാർ എവിടെയാ? ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസ്സുകാർ എവിടെയാണ്? കോൺഗ്രസ് ഇവിടുത്തെ കോൺഗ്രസ്സുകാർ എവിടെയാണ്? അവർക്ക് മുമ്പ് എന്ത് നിലപാടായിരുന്നു, ഇപ്പൊ എന്ത് നിലപാടാണ് എന്നൊക്കെ കോൺഗ്രസ്സുകാരോട് ചോദിക്കാം. ശ്രീ ജിജി ജോസഫ്, ഞാൻ ചോദിക്കുന്നത്, ഇന്നലെ കോടതിയുടെ കൈവശമിരുന്ന കേസാണ്, ഇന്നും അത് അങ്ങനെയാണ്. ഛത്തീസ്ഗഡ് സർക്കാർ ആണ് അതിൽ നിലപാടുകൾ സ്വീകരിക്കുന്നതെങ്കിൽ എന്തിനാണ് ഒരു പാഴ് വാഗ്ദാനം നൽകിയത് അമിത്ഷാ? ഇവിടെ സംസ്ഥാന അധ്യക്ഷൻ ഒരു വാക്ക് പറയുന്നു, അത് പാലിക്കപ്പെടുന്നില്ല. ഏറ്റവും ഒടുവിൽ ആഭ്യന്തരമന്ത്രി പറയുന്നു, അതും പാലിക്കപ്പെടുന്നില്ല. എങ്കിൽ ഈ പാഴ് വാഗ്ദാനങ്ങൾ എന്തിനു നൽകുന്നു? അല്ല, ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ ഇന്നലെ പറഞ്ഞപ്പോ നാളെ ജാമ്യം കിട്ടുമെന്ന് പറഞ്ഞോ? കോടതിയിൽ പോട്ടെ, സർക്കാർ അതിന്റെ അകത്ത് മയപ്പെടും. കന്യാസ്ത്രീകൾ നിരപരാധികളാണ് എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട്. കന്യാസ്ത്രീകൾ നിരപരാധികളാണ് എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട്. താങ്കൾ ഇവിടെ ചർച്ചയിൽ പറഞ്ഞല്ലോ, ഞങ്ങളുടെ അധ്യക്ഷന്റേത് കൃത്യമായ നിലപാടാണ്, സത്യസന്ധമായ നിലപാടാണെന്ന്. അപ്പോൾ പാർട്ടിയിൽ തന്നെ ചിലർക്ക് അങ്ങനെ അല്ലാത്ത നിലപാടുണ്ടെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? പാർട്ടിയിൽ അങ്ങനെ വ്യത്യസ്തമായിട്ട് ആരാ പറഞ്ഞിട്ടുള്ളത്? നിങ്ങളുടെ കേന്ദ്രമന്ത്രി എന്താണ് പറഞ്ഞത്? കേന്ദ്രമന്ത്രി എന്താ പറഞ്ഞത്? താങ്കൾ കേട്ടില്ല? ഈ കന്യാസ്ത്രീകളൊക്കെ കുറ്റം ചെയ്തെന്ന് ജോർജ് കുര്യൻജി പറഞ്ഞോ? എന്താണ് അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിലായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? സംസ്ഥാന അധ്യക്ഷൻ പറയുന്ന ഭാഷയിലാണോ ന്യൂനപക്ഷകാര്യമന്ത്രി കാര്യങ്ങൾ പ്രതികരിക്കുന്നത്? അങ്ങനെയാണോ? പല ചോദ്യങ്ങൾക്കും അദ്ദേഹത്തിന് മറുപടിയില്ല. പല ചോദ്യങ്ങൾക്കും മറുപടിയില്ല. ജാമ്യാപേക്ഷയിലെ പഴുതുകൾ അത് ചൂണ്ടിക്കാട്ടിയാണ് പ്രതികരണം. അദ്ദേഹം എന്താണ് പറഞ്ഞത്? കന്യാസ്ത്രീകൾ നിരപരാധിയാണ് എന്നൊരു അഭിപ്രായം അദ്ദേഹത്തിനുണ്ടോ? അദ്ദേഹം പറഞ്ഞോ എവിടെങ്കിലും? അദ്ദേഹം പറഞ്ഞോ കന്യാസ്ത്രീകള് കുറ്റക്കാരാണെന്ന് പറഞ്ഞോ? നിരപരാധികളാണെന്ന് പറഞ്ഞോ? ഞാൻ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത് അത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. സംസ്ഥാന പ്രസിഡന്റ് ആവർത്തിച്ച് പറയുന്നു കന്യാസ്ത്രീകൾ നിരപരാധികളാണ് എന്ന്. പക്ഷേ അല്ലെന്നേ, നിരപരാധി ഞാൻ പറഞ്ഞത് കേന്ദ്രമന്ത്രി അങ്ങനെ പറഞ്ഞോ? ഞാൻ ചോദിക്കട്ടെ, ഒരു പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് നിങ്ങളുടെ മുമ്പിൽ വന്നിരുന്നിട്ട് പറയുകയാണ് അവർ നിരപരാധികളാണ് എന്ന് പറയുകയും അവർക്കെതിരെയുള്ള നടപടികൾ ലഘൂകരിക്കുമെന്നും ഇന്നോ നാളെയോ മറ്റന്നാളോ അവർക്ക് ജാമ്യം കിട്ടുന്നതിന് വേണ്ടിയുള്ള ആത്മാർത്ഥമായ ഇടപെടൽ ഞങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോഴും പിന്നെ നിങ്ങൾക്ക് അങ്ങനെ പറയുമ്പോഴും ന്യൂനപക്ഷകാര്യമന്ത്രി പറയുന്നു അത് സംസ്ഥാന അധ്യക്ഷൻ അങ്ങനെയൊക്കെ വിളിച്ചു പറയാം, ഞാനൊരു മന്ത്രിയാണ്, എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല എന്ന് ന്യൂനപക്ഷകാര്യമന്ത്രി പറയാണ്. അതാണ് ഞാൻ ചോദിച്ചത്. നിങ്ങളുടെ പാർട്ടിയിൽ പലർക്കും പല തീരുമാനങ്ങളാണോ? അമിത്ഷാ പറയുന്നു സംസ്ഥാന സർക്കാർ അവളെ എതിർക്കില്ല എന്ന്. പക്ഷേ കേസ് ജാമ്യാപേക്ഷ എടുക്കുമ്പോ സംസ്ഥാന സർക്കാർ എതിർക്കുന്നു. അത് അഭിഭാഷകൻ പുറത്തു വന്ന് പറയുന്നു നാളെയും ഇത് തന്നെ പറയുമെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ കന്യാസ്ത്രീകൾ ഇനി എത്ര ദിവസം ജയിലിൽ കിടക്കണം? ഞങ്ങൾ പറഞ്ഞത്, ഞങ്ങൾ ഇതിന് അനുഭാവപൂർവമായ നിലപാടാണ് എടുക്കുന്നത്. പോലീസ് കസ്റ്റഡിയിൽ വേണമെന്ന് സർക്കാരിനോട് ചോദിക്കുന്ന സമയത്ത് സർക്കാർ പറഞ്ഞത് എന്താണ്? പോലീസ് കസ്റ്റഡിയിൽ വേണ്ട എന്നാണ് പറഞ്ഞത്. അതിന്റെ ആവശ്യമില്ല എന്ന്. നാളെയാണല്ലോ വിധി പറയുന്നത്. പിന്നെ സംസ്ഥാന പ്രസിഡന്റ് പറയുന്ന അതേ ടൂണിലും അതേ ഭാഷയിലും കേന്ദ്രം ഭരിക്കുന്ന ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്ന ഒരു മന്ത്രിക്ക് പറയാൻ സാധിക്കില്ലെന്ന് അറിയില്ലേ? അതിനി എന്നോട് ഇനി അത് ചോദിക്കാൻ കൊള്ളാമോ? അതൊരു നല്ല ചോദ്യമാണോ? അതെന്താണ്? അങ്ങനെ ഒരു ബോധ്യമുണ്ട് എങ്കിൽ കേന്ദ്രമന്ത്രി പറഞ്ഞാൽ എന്താണ് പ്രശ്നമെന്ന് എനിക്കറിയത്തില്ല. പല കാര്യങ്ങളിലും നിങ്ങൾ പറഞ്ഞിട്ടില്ലേ? പല കാര്യങ്ങളിലും പറഞ്ഞിട്ടില്ലേ? പിന്നെ ഇതിൽ മാത്രം എന്തുകൊണ്ടാ പറയാൻ പറ്റില്ല എന്നൊരു വാദം? ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. പ്രാഥമികമായി താങ്കളിൽ നിന്ന് അറിയേണ്ട വിവരങ്ങൾ എനിക്ക് ലഭിച്ചു കഴിഞ്ഞു. താങ്കൾ അത് പറയുകയും ചെയ്തു. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം.